إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ആദരവുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അവൻ്റെ പ്രവാചകനെ പിൻപറ്റി മുത്തഖീങ്ങളായി സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഖുതുബിൻ്റെ വേളയിലും പറയാറുണ്ടായിരുന്നു, ഒരു സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകുന്നത് പോലെ ബിദ്അത്തുകളെ സൂക്ഷിക്കുക. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. എല്ലാ മതത്തിലുണ്ടാകുന്ന എല്ലാ പുതിയ ആചാരങ്ങളും പിഴച്ചതാണ്, എല്ലാ ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തുകളും നരകത്തിലേക്കാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ പറയാറുണ്ടായിരുന്നു. ഖുതുബത്തും ഒന്നുകൂടി നാം അത് ഓർക്കുക. ഇത് റബീഉൽ അവ്വൽ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ നമ്മോട് ചെയ്യരുത് എന്ന് പറഞ്ഞത് ആ കാര്യങ്ങൾ ഉത്സാഹപൂർവ്വം ചെയ്യുവാൻ ആളുകൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. റബീഉൽ അവ്വൽ എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമിന്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഹിജ്റയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ശത്രുക്കളുടെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ഹിജ്റ പോയത്, എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് സഹാബത്തും നബിയും ഹിജ്റ പോയത് വളരെ സങ്കടകരമായ അവസ്ഥ. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മുഅ്മിൻ എപ്പോഴും വിസ്മരിക്കാൻ സാധിക്കാത്ത കാര്യമാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് ഈ റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്നുള്ളത്. റബീഉൽ അവ്വൽ മാസത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം. അന്നാണ് മദീന കരഞ്ഞത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ സന്തോഷിച്ചതുപോലെ അന്ന് ഞങ്ങളുടെ മദീന പ്രകാശം പരത്തിയതുപോലെ മറ്റൊരു സന്തോഷ ദിവസം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ട ദിവസം അന്നായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ഇരുളടഞ്ഞ സങ്കടമുണ്ടായ ദിവസമെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ വളർച്ചയും എല്ലാം പൂർണ്ണതയിലെത്തിയാൽ പിന്നെ അസ്തമിക്കുക എന്നുള്ളത് പ്രകൃതി നിയമമാണ്. അറഫയിൽ വെച്ച് ആയത്തിറങ്ങി അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന എന്നതോടുകൂടി നിങ്ങളുടെ ദീൻ ഇതാ പൂർണ്ണമായിരിക്കുന്നു, ഈ ദീനിന് നിങ്ങൾക്ക് നാം തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു, എൻ്റെ നിഅമത്ത് നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു എന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പോലുള്ളവർ അപ്പോൾ തന്നെ പറഞ്ഞു, പൂർണ്ണമായി സങ്കടപ്പെട്ടവർക്ക് കാര്യം മനസ്സിലായി, പൂർണ്ണമായ ഒന്നിനു ശേഷം പിന്നെ ഉണ്ടായിരിക്കൽ അത് ക്ഷയിക്കുക എന്നുള്ളതാണ്. ഏതും അങ്ങനെ തന്നെയാണ്. ഏതായാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്യാഗപൂർണമായ 23 വർഷത്തെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുകയാണ്. അതിന്റെ സൂചനകൾ ഹിജ്റ 10-ാം വർഷം തന്നെ സംഭവിക്കുന്നുണ്ട്. ഹിജ്റ 10-ാം വർഷം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ വർഷവും 10 ദിവസം ഇത്തികാഫിരിക്കാറുണ്ട്. എന്നാൽ അവസാനത്തെ മരണപ്പെടുന്നതിന് മുമ്പുള്ള വർഷം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ 20 ദിവസം ഇത്തികാഫിരുന്നു. 20 ദിവസം ഇത്തികാഫിരുന്നു. സഹാബത്ത് ചില ആളുകൾക്ക് മനസ്സിലായി. അറഫ പ്രസംഗമുണ്ടായി. അതിനുശേഷം അറഫ പ്രസംഗം ഹിജ്റ 11-ാം വർഷം അറഫയിൽ വെച്ച് 10-ാം വർഷം അറഫയിൽ വെച്ച് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസിദ്ധമായ അറഫ പ്രസംഗം നടത്തി ഹജ്ജത്തുൽ വദാഇ. അതിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ്
ഓ ജനങ്ങളെ, ഇന്നി വല്ലാഹി ലഅൽഖാകും ബഅദ യൗമി ഹാദാ ഫീ മകാനിൻ ഹാദാ, ഈ വർഷത്തിന് ശേഷം ഇനി നിങ്ങളെ ഞാൻ കണ്ടില്ല എന്ന് വന്നേക്കാം, ഈ സ്ഥലത്ത് ഞാൻ വന്നില്ല എന്ന് വന്നേക്കാം എന്ന് സൂചന നൽകി സഹാബത്തിന്. ഇനി ഒരു ഹജ്ജ് ഞാൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇനി നിങ്ങളെ ഈ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല സൂചന നൽകി അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ പ്രസംഗത്തിൽ. അതേ ഹജ്ജ് വേളയിൽ തന്നെ ജംറകളിൽ കല്ലെറിയുമ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖുദൂ മനാസികക്കും, നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക. വഇന്നി ലാ അദ്രി ലാ അഹജ്ജു ബഅദ ആമിൻ ഹാദാ, ഇനി ഈ വർഷത്തിന് ശേഷം മറ്റൊരു ഹജ്ജിന് ഞാൻ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല, അതുകൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചന നൽകി. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായി. അങ്ങനെ ഹിജ്റ 11-ാം വർഷം സഫർ മാസത്തിന്റെ ഒടുവിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീയിൽ ഒരു ജനാസയുടെ കർമ്മങ്ങളിൽ പങ്കെടുത്തു. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ മനസ്സിലായ തലവേദന തുടങ്ങി. വല്ലാത്ത തലവേദനയായിരുന്നു. മരണകാരണമായ രോഗത്തിന്റെ ആരംഭമായിരുന്നു അത്. രോഗിയായിക്കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് നേതൃത്വം വഹിച്ച് ഇമാമത്തായി നിന്നു. രോഗം കഠിനമായിരുന്നു. തലവേദന ഉണ്ടായിരുന്നു, വയറുവേദന ഉണ്ടായിരുന്നു, അതുപോലെ ശരീരമാസകലം വേദന ഉണ്ടായിരുന്നു. എല്ലാം സഹിച്ച് തന്നെ ഈ രോഗബാധിതനായിക്കൊണ്ട് തന്നെ 11-13 ദിവസം തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തിന് ഇമാമത്തായി നിന്നു. ആയിഷ റളിയല്ലാഹു അൻഹ വീട് ആഗ്രഹിച്ചു. ഓരോ ദിവസവും ഓരോ ഭാര്യമാരുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു പതിവ്. അങ്ങനെ ആയിഷ ബീവിയുടെ വീട്ടിൽ താമസിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു ആളുകളോട്, ഐന അനൽ യൗം, ഞാൻ ഇന്ന് ഞാൻ എവിടെയാണുള്ളത്, വഅൈന അന ഗദൻ, നാളെ ഞാൻ എവിടേക്കാണ് പോകേണ്ടത് എന്ന് ചോദിക്കുമായിരുന്നു. അവസാനം മറ്റുള്ള ഭാര്യമാരുടെ സമ്മതപ്രകാരം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിക്കുവാൻ തീരുമാനിച്ചു. ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നിവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട്, കാരണം ശരിക്കും എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്നില്ല, രണ്ടുപേരുടെയും തോളിൽ കൈയിട്ടുകൊണ്ട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിയെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ശരിക്ക് നടക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഈ വിരലുകൾ ഊഴിയിൽ അമർന്നത് ഇങ്ങനെ ഒരു വര പോലെ കാണാമായിരുന്നു എന്ന് സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ മുഅവ്വിദത്തൈനി ഓതി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, റബ്ബിന്നാസ് ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തടകി കൊടുത്തു. നബിയുടെ കൈകളിൽ ഓതി നബിയുടെ കൈ കൊണ്ട് തന്നെ തടകി കൊടുത്തു. കാരണം നബിയുടെ കൈയിലെ ബർക്കത്ത് ലഭിക്കുവാൻ വേണ്ടി. മരണപ്പെടുന്നതിന് 5 ദിവസം മുമ്പായി തലക്കും വയറിനും വല്ലാത്ത വേദന വളരെ കൂടി. തലക്കുമീതെ വെള്ളമൊഴിക്കുവാൻ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ തലയിൽ വെള്ളമൊഴിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളമൊഴിച്ചു. 7 പ്രാവശ്യം ഒഴിച്ചു. അങ്ങനെയൊക്കെ ഉണ്ട് റിപ്പോർട്ടുകൾ. വെള്ളമൊഴിച്ചു. ആശ്വാസം തോന്നിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ സഹായത്താൽ പള്ളിയിലേക്ക് പോയി. തീരെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ല. ശയ്യാവലംബയാണ്, കിടന്ന സ്ഥലത്ത് തന്നെയാണ്. എങ്കിലും പള്ളിയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം നിമിത്തം തലയിൽ വെള്ളം കോരി ഒഴിക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ വെള്ളമൊഴിച്ച് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ താങ്ങി പിടിച്ചുകൊണ്ട് അങ്ങനെ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ പോയി മിമ്പറിൽ കയറിയിരുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ല. മിമ്പറിന്റെ അവസാനത്തെ പടിയിൽ ഇരുന്നു എന്നാണ്. ഫഖാൽ, എന്നിട്ട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹു ബൈന അൻ യുഅതിയഹു മിൻ സഹറത്തി ദുനിയ മാ ശാ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദ. ഒരടിമക്ക് അല്ലാഹു തിരഞ്ഞെടുക്കുവാനുള്ള അവസരം നൽകിയിരിക്കുന്നു. എന്ത് വേണമെന്ന് തിരഞ്ഞെടുത്ത് സെലക്ട് ആക്കാനുള്ള അവസരം നൽകിയിരിക്കുന്നു. ഈ ഭൂമിയുടെ സൗകര്യങ്ങൾ വേണോ, ഈ ലോകത്തിന്റെ സൗകര്യങ്ങൾ വേണോ, അല്ലാഹുവിന്റെ അടുത്ത് അല്ലാഹു ഒരുക്കി വെച്ചത് വേണോ, ഇത് രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കുവാനുള്ള, സെലക്ട് ചെയ്യുവാനുള്ള സമ്മതം അല്ലാഹു നൽകിയിരിക്കുന്നു ഒരടിമക്ക്. ആ അടിമ അല്ലാഹുവിന്റെ അരികിലുള്ളത് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു.
സഹാബത്തിന് കൂടുതലും കാര്യം മനസ്സിലായില്ല. അവർക്ക് അല്ലാഹു റസൂലിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ആശ്വാസമാണ്, അവർക്ക് മനസ്സിന് സമാധാനമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. ഇത് കേട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങുമ്പോൾ മറ്റുള്ള ആളുകൾ പറയുകയാണ്, മാലി ഹാദ ശൈഖ്, എന്താണ് ഈ ശൈഖിന് സംഭവിച്ചത്? എന്തിനാണ് ഇയാൾ കരയുന്നത്? ഏതോ ഒരു അടിമ, ആ അടിമക്ക് അല്ലാഹു ആ അടിമ ആഖിറം തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇദ്ദേഹം കരയുന്നത് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കാര്യം മനസ്സിലായി. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിവൈഭവവും ഫഹ്മും ഉണ്ടായിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാണ്. എന്നിട്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ഉപദേശിക്കുകയാണ്, ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്, ഭയപ്പെടുന്നത് ഈ ലോക വിഭവങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് കൂടുതൽ തരുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. ദുനിയാവിന്റെ സൗകര്യങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആളുകൾ ചോദിച്ചു, സഹറത്ത്, ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങൾ, ദുനിയാവിന്റെ വിഭവങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സഹാബത്ത് ചോദിച്ചു, എന്താണ് ദുനിയാവിന്റെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ? സഹറത്തു ദുനിയ എന്താണെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞു, ബറകാത്തുൽ അർദ്, ഭൂമിയിലുള്ള ബർക്കത്തുകളാകുന്നു എന്ന്, നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കും. സഹാബത്തിന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ലഭിച്ചിരുന്നില്ല. മരണവേളയിൽ പടയത്തിലായിരുന്നു. ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്ന, വിളക്കിലൊഴിക്കാൻ എണ്ണ ഉണ്ടായിരുന്നില്ല അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. സഹാബത്ത് പലരും പട്ടിണിയിലായിരുന്നു. പെരുവയറന്മാർ ആരും ഉണ്ടായിരുന്നില്ല ആ കൂട്ടത്തിൽ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയ സന്ദർഭങ്ങൾ റസൂലിനും സഹാബത്തിനും ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരുന്നു. ആയിഷ ബീവി പറയുകയാണ്, ഒരു ചന്ദ്രൻ ഉദിക്കും, വീണ്ടും ചന്ദ്രൻ ഉദിക്കും, മാസങ്ങൾ കടന്നു പോകും, ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് കത്തിക്കാറില്ല, വല്ല കാരക്കയും വെള്ളവുമല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ വീടുകൾ ഉണ്ടായിരുന്നില്ല എന്ന്. മാസങ്ങളോളം ഒന്നുമില്ല, വീട്ടിൽ തീ കത്തിക്കാറില്ല, അടുപ്പ് കത്തിക്കാറില്ല എന്ന്. അത്ര കഷ്ടത്തിലാണ് അവർ വളർന്നത്. ഇത് അല്ലാഹു റസൂൽ പറയാണ്, ദുനിയാവിന്റെ ഐശ്വര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തുറന്നു തരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന്. എന്നിട്ട് അല്ലാഹു റസൂൽ പറയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, യഹൂദികൾക്കും നസ്രാണികൾക്കും അല്ലാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവർ അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കിയിരിക്കുന്നു എന്ന്. നമ്മുടെ ആളുകളും ഇന്ന് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു റസൂൽ തങ്ങൾ മരിക്കാൻ പോകുന്ന സമയത്ത് വരെ, ആ മരണം അടുത്ത സമയത്ത് വരെ ഏറ്റവും ഭയപ്പെട്ടത് അതായിരുന്നു, വീണ്ടും നാം ശിർക്കിലേക്ക് പോകുമോ എന്നുള്ളത്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, യഹൂദികൾക്കും നസാറികൾക്കും നസ്രാനികൾക്കും അല്ലാഹുവിന്റെ ലഅനത്ത് ഉണ്ടാവട്ടെ. എന്താ ലഅനത്ത് ഉണ്ടാവാൻ പ്രാർത്ഥിക്കാൻ കാരണം? മഹാന്മാരുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി തീർത്തത് കൊണ്ടാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, ആ മിമ്പറിൽ ഇരുന്നു കൊണ്ട് അല്ലാഹു റസൂൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എൻ്റെ ഖബറിനെ ഒരു ആരാധിക്കപ്പെടുന്ന മൂർത്തിയാക്കല്ലേ, ബിംബമാക്കല്ലേ എന്ന് അല്ലാഹു റസൂൽ പ്രാർത്ഥിക്കുകയാണ്. ഇസ്തദ്ദബല്ലാഹി അലൽ ഖൗമി ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അമ്പിയാക്കളുടെ മക്ബറകളെ ആരാധനാ സ്ഥലമാക്കിയവരോട് അള്ളാഹുവിന്റെ കോപം വർദ്ധിച്ചിരിക്കുന്നു. അള്ളാഹു അവരോട് വല്ലാത്ത കോപത്തിലാണ് എന്ന് മരണപ്പെടുന്നതിന് 5 ദിവസം മുമ്പ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 4 ദിവസം മുമ്പുണ്ടായ സംഭവമാണ്. രോഗം മൂർച്ഛിച്ചു, കലശലായ രോഗമുണ്ടായി. എന്നാലും ആ ദിവസവും 4 നേരം 4 വഖത്തിലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിന്നു. സുബ്ഹിനും ളുഹറിനും അസ്റിനും ഇശാഇനും ഒക്കെ ഇമാമത്ത് നിന്നു. 5ാമത്തെ വഖത്തിലാകുമ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധം നഷ്ടപ്പെടുകയാണ്. നേരെ നിൽക്കാൻ സാധിക്കുന്നില്ല. ബോധം നഷ്ടപ്പെട്ടു. ബോധം തെളിഞ്ഞപ്പോൾ ചോദിച്ചു, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചുവോ എന്ന്. ആ മരണവേളയിലും ആ അന്ത്യനിമിഷങ്ങളിലും പ്രവാചകന്റെ നോട്ടമതായിരുന്നു, നിങ്ങൾ നിസ്കരിച്ചോ എന്ന്. അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചുവോ? സഹാബത്ത് പറഞ്ഞു, ഇല്ല, അവർ താങ്കളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നവർ. അല്ലാഹു റസൂൽ തങ്ങൾ പറഞ്ഞു, വെള്ളമൊഴിക്കൂ എന്ന് പറഞ്ഞു. വെള്ളമൊഴിക്കാൻ പറഞ്ഞു. അങ്ങനെ വെള്ളമൊഴിച്ച് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പോകുമ്പോൾ വീണ്ടും ബോധക്ഷയമുണ്ടായി, ബോധം നഷ്ടപ്പെട്ടു. ആയിഷ ബീവി പറയാണ്, ഞങ്ങൾ റസൂലിനെ കുളിപ്പിച്ചു, വെള്ളമൊഴിച്ചു. അങ്ങനെ
വീണ്ടും ഒരു ആശ്വാസം വന്നു എന്ന് ഞങ്ങൾ കരുതുമ്പോൾ ബോധക്ഷയമുണ്ടാകുകയാണ്, വീണ്ടും ബോധമില്ലാവുകയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഇത് സാധ്യമാകില്ല എന്ന് മനസ്സിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അപ്പോൾ റസൂൽ നിർദ്ദേശിച്ചു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ ഇമാമത്തായി നിൽക്കുവാൻ പറയുക എന്ന്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമാക്കി നിർത്തി. എന്തായാലും നിസ്കാരം എന്നുള്ളത് അത്യന്തം പ്രധാനപ്പെട്ടതാണ് എന്ന് അവസാന നിമിഷങ്ങളിലൂടെ അല്ലാഹു റസൂൽ നമ്മോട് പറയുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് ഇമാമത്ത് നിന്നത്. അങ്ങനെ 2 ദിവസം മുമ്പ് ഒരു ശനിയാഴ്ച മരണപ്പെടുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാതെയായി, തീരെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ല. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വീഴാൻ പോവുകയാണ്, ബോധം നഷ്ടപ്പെടുകയാണ്. ളുഹറിന്റെ സമയം അല്പം ആശ്വാസമായി, ളുഹറിന്റെ സമയമായി, ചെറിയ ആശ്വാസമായി. അപ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു രണ്ടാളുടെയും തോളിൽ കൈയിട്ടുകൊണ്ട് ഇങ്ങനെ പള്ളിയിലേക്ക് പോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമായി നിൽക്കുകയായിരുന്നു. പിന്നിലേക്ക് വരുവാൻ വേണ്ടി ശ്രമിച്ചു. അല്ലാഹു റസൂൽ നിസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. നിസ്കാരം അത്രയും സുഖമില്ലാതെ, ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ശരിക്കെഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ല, മറ്റൊരാളുടെ സഹായം ആവശ്യമാണ്. അങ്ങനെയുള്ള അവസരങ്ങൾ പോലും അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യം നൽകിയ ഒരു ഇബാദത്താണ് നിസ്കാരമെന്ന്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണം ഇങ്ങനെ അടുത്ത് വരികയാണ്. മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ്, തലേ ദിവസം മുമ്പ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമകളെ മോചിപ്പിച്ചു. അടിമകൾ ഉണ്ടായിരുന്നു. അടിമമോചനം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്. അടിമകളെ മോചിപ്പിച്ചു. ആകെ ഉണ്ടായിരുന്ന 7 ദീനാർ സദഖ ചെയ്തു, ധർമ്മം ചെയ്തു. മറ്റൊന്നുമില്ല, സമ്പാദ്യമൊന്നുമില്ല. ഉണ്ടായിരുന്ന 7 ദീനാർ സംഭാവന ചെയ്തു. വാള് മുസ്ലിങ്ങൾക്കായി വിട്ടുകൊടുത്തു. വിളക്കിൽ ഒഴിക്കുവാനുള്ള എണ്ണ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അയൽ വീട്ടിൽ നിന്ന് കടം വാങ്ങി. 7 ദീനാർ നൽകുമ്പോഴും വിളക്കിൽ ഒഴിക്കുവാൻ എണ്ണ ഉണ്ടായിരുന്നില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ എണ്ണ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഭക്ഷണമില്ലാത്തത് കൊണ്ട് ഗോതമ്പ് വാങ്ങിയിരുന്നു യഹൂദിയുടെ വീട്ടിൽ നിന്ന് പടയങ്കി പണയപ്പെടുത്തിക്കൊണ്ട്. അത്രയും ത്യാഗസമ്പൂർണമായ ജീവിതമാണ് പ്രവാചകനും സഹാബത്തും അനുഭവിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നാം എന്ത് ചെയ്തു എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ മരണ ദിവസം അടുക്കുകയാണ്. മരണ ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹു നമസ്കരിച്ചു. റസൂൽ വിരിനീക്കി ഇങ്ങനെ നോക്കി. വീട്ടിൽ നിന്ന് പള്ളിയും റസൂലിന്റെ റൂമുകളും ഗുജറാത്തുകളും അടുത്തടുത്താണ്. വിരി നീക്കി, കത്തല് നീക്കി നോക്കി സഹാബത്ത് നിസ്കരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് അല്ലാഹു റസൂൽ നമുക്ക് സന്തോഷമായി, ചിരിച്ചു. അന്ത്യത്തിൽ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷമായി അല്ലാഹു റസൂൽ തങ്ങൾ ചിരിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നോട്ടാഞ്ഞു. റസൂൽ വരുമെന്നുള്ള സന്തോഷത്താൽ പിന്നോട്ടാഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചു. നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. സന്തോഷമായി, സഹാബത്തിന് സന്തോഷമായ. റസൂൽ ചിരിച്ചല്ലോ, സൗഖ്യമായിട്ടുണ്ടാകും എന്ന് കരുതി. അങ്ങനെ മരിക്കുന്ന ദിവസം അങ്ങനെ ഫാത്തിമ ബീവിയെ വിളിച്ച് ഉപദേശിച്ചു, മകളെ വിളിച്ച് ഉപദേശിച്ചു. പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരെയും വിളിച്ച് ഉപദേശിച്ചു, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ജനങ്ങളോട് വസിയത്ത് ചെയ്തു. ജനങ്ങൾ എന്ത് ചെയ്യണമെന്ന് ജനങ്ങളോട് വസിയത്ത് ചെയ്തു. അവസാനം അല്ലാഹു റസൂൽ പറഞ്ഞു, അസ്സലാഹ് വമാ മലക്കത് ഐമാനുക്കും. അസ്സലാഹ് മരണവേളയിൽ അല്ലാഹു റസൂൽ അസ്സലാഹ് നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. അസ്സലാഹ് നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. വമാ മലക്കത് ഐമാനുക്കും നിങ്ങളുടെ കീഴിലുള്ള ആളുകളുടെ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ തൊഴിലാളികളുടെ കാര്യത്തിൽ, നിങ്ങളുടെ അടിമകളുടെ കാര്യത്തിൽ, നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ, നിങ്ങളുടെ അധികാരത്തിന്റെ കീഴിൽ ആരൊക്കെയുണ്ടോ അവരുടെ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഫാത്തിമ ബീവി കരയാൻ തുടങ്ങി. എന്റെ വാപ്പാന്റെ സങ്കടമേ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി കരയാൻ തുടങ്ങി. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം فقال لها ليس على ابيك كرب بعد اليوم. ഈ ദിവസത്തിന് ശേഷം ഫാത്തിമ നിന്റെ വാപ്പാക്ക് സങ്കടമില്ല എന്ന് പറഞ്ഞു. അവസാനം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഇന്ന ലിൽ മൗതി ലസകറാത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമത്ത് ഉച്ചരിച്ചു. മരണത്തിന് അസഹ്യമായ വേദനയുണ്ട് എന്ന് പറഞ്ഞു. ഇന്ന ലിൽ മൗതി സകറാത്ത്, നാം മരിക്കാനുള്ളവരാണ്. നമ്മുടെ മരണം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയില്ല. അല്ലാഹു റസൂൽ പറയുന്നു സകറാത്ത് ഒരു സംഭവമാണ് എന്ന്. എന്നിട്ട് അല്ലാഹു റസൂൽ കൈകൾ ഉയർത്തി, മേലെ കൈ ഉയർത്തി, വലത് കൈ ഇങ്ങനെ ഉയർത്തി, ഫിർ റഫീഖിൽ അഅ്ലാ, ഉന്നതനായ കൂട്ടുകാരനിലേക്ക് എന്ന് പറഞ്ഞു. 3 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു. ദുഹാന്റെ സമയത്താണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ഉണ്ടാകുന്നത്. സുബഹിക്ക് നിസ്കരിക്കുന്നത് കണ്ട് നബി ചിരിച്ചപ്പോൾ സഹാബത്തിന് സന്തോഷമായിരുന്നു. നബി സൗഖ്യം പ്രാപിച്ചു വരുന്നുണ്ട് എന്നവർ കരുതി. അബൂബക്കർ റളിയല്ലാഹു അൻഹു കച്ചവട ആവശ്യാർത്ഥം മറ്റു നാട്ടിലേക്ക് പോയി. മരണവേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദുഹാന്റെ സമയത്താണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകവാസം വെടിയുന്നത്. നാം മരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം. മരണം എന്നുള്ളത് ആർക്കാണെങ്കിൽ ലൗ കാനത്തി ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ, മരണം ഈ ലോക ജീവിതം ആർക്കെങ്കിലും ശാശ്വതമായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ശാശ്വതമായി ജീവിക്കേണ്ട ആളായിരുന്നു. നാം ചിന്തിക്കണം, ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ പ്രത്യേകിച്ചും എല്ലാ ദിവസവും നാം അല്ലാഹു റസൂലിനെ സലാത്ത് ചൊല്ലുമ്പോൾ ആ റസൂൽ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം ചിന്തിക്കണം. ആ റസൂൽ നമുക്ക് പഠിച്ച സ്വർഗത്തിലെത്താനുള്ള കാരണങ്ങൾ അതെന്തെല്ലാം നാം അനുഷ്ഠിക്കുന്നുണ്ട്. നരകത്തിലേക്ക് പോകാനുള്ള കാരണങ്ങൾ ഇന്ന് നിന്ന് ചെയ്താൽ നിങ്ങൾ നരകത്തിലേക്ക് പോകുമെന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകി. അത് ഏതിൽ നിന്നെല്ലാം നാം മാറ്റി നിർത്തുന്നുണ്ട് എന്ന് നാം ചിന്തിക്കുക. റസൂലിന്റെ പാത അനുധാവനം ചെയ്ത് സ്വർഗത്തിലെത്തുവാൻ ശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ തഖ്വ ചെയ്ത് അവന്റെ പ്രവാചകനെ പിൻപറ്റി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഖ്ഹൂൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ അസാബ അഹദകും മുസീബത്തുൻ ഫൽയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ മിൻ അഅ്ലമിൽ മസാഇബ്. നിങ്ങൾക്ക് വല്ല ആപത്തും വരികയാണ്, വല്ല മുസീബത്തും, വല്ല സങ്കടങ്ങളും പ്രയാസങ്ങളും വരികയാണെങ്കിൽ ഞാൻ അനുഭവിച്ച പ്രയാസങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഞാൻ അനുഭവിച്ച പോലുള്ള പ്രയാസങ്ങളൊന്നും നിങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്ന്. നമുക്ക് എന്തെല്ലാം സങ്കടങ്ങൾ വരുന്നു ഓരോ ദിവസവും ശത്രുക്കൾ നമ്മെ ഭയപ്പെടുത്തുന്നു. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുങ്ങി 23 കൊല്ലം കൊണ്ട് എത്ര ശത്രുവിന്റെ മർദ്ദനമാണ് സഹിച്ചത്. നാം അങ്ങനെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? നമുക്ക് ഇല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പട്ടിണി കിടന്നു. നമ്മുടെ മക്കൾക്ക് പട്ടിണി എന്താണെന്ന് അറിയും. കുറച്ച് മുതിർന്ന ആളുകൾക്ക് പിന്നെയും അറിയും എന്താണ് വിശപ്പ് എന്നറിയില്ല. ഒരു കാലത്ത് നാം വിശന്ന് ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞിരുന്നു. ഇന്ന് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ മക്കൾ മുഖം തിരിക്കുകയാണ്. എന്ത് കൊടുത്താലും വേണ്ട. അള്ളാഹു റസൂൽ പറഞ്ഞില്ല, ദുനിയാവിന്റെ സഹ്റത്ത് നിങ്ങൾക്ക് കൂടുതലായി അള്ളാഹു തരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന്. നാം ദരിദ്രരായിരുന്ന കാലത്ത് അള്ളാഹുവിന്റെ ഓർമ്മ ഉണ്ടായിരുന്നു നമുക്ക്. അള്ളാഹു നമുക്ക് സുഭിക്ഷമായി ഭക്ഷണം തന്നപ്പോൾ, ആരോഗ്യം തന്നപ്പോൾ, സമ്പത്ത് തന്നപ്പോൾ നാം അള്ളാഹുവിനെ വിസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം സൂക്ഷിക്കുക. ഈ ദീൻ പൂർണ്ണമാണ്. പൂർണ്ണമായ ഒന്നിൽ മറ്റൊന്നും കൂട്ടിച്ചേർക്കാനില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന കൊണ്ട് പുളഞ്ഞ ദിവസങ്ങൾ ഇന്നത്തെ സമൂഹം അവർ ആഘോഷിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ദുഹാ സമയത്ത് റോഡിലൂടെ ജാഥ നടത്തുകയാണ്. റസൂൽ മരണപ്പെട്ടത് ദുഹാന്റെ സമയത്തായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ജാഥ. പ്രവാചക സ്നേഹം എന്നുള്ളത് പ്രവാചകനെ അനുസരിക്കുക എന്നുള്ളതിലാകുന്നു. നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഈമാനിന്റെ മാധുര്യം എത്തുന്ന മൻ കുന്ന ഫീഹി സലാസത്തുൻ വജദ ഹലാവത്തുൽ ഈമാൻ. ആർക്കെങ്കിലും ഈ 3 കാര്യങ്ങൾ ഉണ്ടായാൽ ഈമാനിന്റെ മാധുര്യം എത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തത് അള്ളാഹുവിനെയും റസൂലിനെയും മറ്റുള്ളവരെക്കാൾ സ്നേഹിക്കുക എന്നുള്ളതാകുന്നു. നാം സ്നേഹിക്കുക, പ്രവാചകനെ സ്നേഹിക്കുക. നമ്മുടെ പിതാവിനേക്കാൾ, മാതാവിനേക്കാൾ, മക്കളെക്കാൾ, ദുനിയാവുള്ള എല്ലാത്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കേണ്ടത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് നമ്മോട് ചെയ്യാൻ അതാണ് സ്നേഹം. റസൂൽ എന്തൊന്ന് ചെയ്യാൻ കൽപ്പിച്ചുവോ അത് ചെയ്യുക, ചെയ്യരുത് എന്തെന്ന് പറഞ്ഞുവോ അത് ചെയ്യാതിരിക്കുക, അതാണ് സ്നേഹം. നമുക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹമുള്ളവർ പറയുന്നത് നാം അനുസരിക്കുമെന്നുള്ളതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞ മാസമാണിത്. അതുകൊണ്ട് ഒരു സന്തോഷപ്രകടനവുമില്ല, ദുഃഖാചരണവുമില്ല. ഇസ്ലാമിൽ ഇത് രണ്ടുമില്ല. അതുകൊണ്ട് ബിദ്അത്തുകൾ നാം സൂക്ഷിക്കുക. ബിദ്അത്തുകൾ ശിർക്കിൽ നിന്ന് നാം ഒഴിവാണ് എന്ന് നാം സങ്കല്പിക്കുന്നു. ബിദ്അത്തുകൾ നാം അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ചുറ്റുഭാഗമൊക്കെ ബിദ്അത്തുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നാം സൂക്ഷിക്കുക, നമ്മുടെ മക്കളെയും സൂക്ഷിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു എല്ലാ ശിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ദുനിയാവിൻ്റെ നാനാഭാഗങ്ങളിൽ യാതന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, യുദ്ധത്തിൻ്റെ ഗതി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.